പരിഹാസ ചൊവ്വയോടുകൂടി സമീകരിച്ചവരുണ്ട്. ഒരു ഉദ്ഘാടന മേളം കൂടിയായി. കേവലം 1-2 വേദികളിൽ അവതരിപ്പിച്ച് അത് അരങ്ങ് വിടുന്ന ഒരു മേളം, അങ്ങനെ ഒരു മേളം കൂടിയായി എന്ന് പറഞ്ഞവരുണ്ട്. തിസ്രനടയിൽ മേളം ഒരു മേളത്തിന് പൂർണ്ണമായിട്ട്, അതായത് തുടക്കം മുതൽ അവസാനം വരെ തിസ്രനടയിൽ തന്നെ അവതരിപ്പിച്ചത് ഒരു പക്ഷേ നമ്മളായിരിക്കണം. തീരകലാശത്തിൽ ഒരു മാറ്റം പല കാരണങ്ങൾ കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. ചെമ്പട, ചെമ്പ, അടന്ത, പഞ്ചാരി, ധ്രുവം, ലയം, സമം, ഏകാദശം, നവം, ദ്വാദശം, ജീവ, വലിയടന്ത, രൂപം, ചെമ്പട. അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു രീതികൗള എന്നുള്ള രാഗം. ഇവിടെ പഞ്ചാരിയിൽ നിലവിൽ ശങ്കരാഭരണം രാഗം പ്രയോഗിക്കുന്നതിന് പകരമായിട്ട് തിസ്രപഞ്ചാരി രീതികൗള എന്നൊരു രാഗത്തിനെ ബേസ് ചെയ്ത് അവതരിപ്പിക്കാം എന്നാണ് അങ്ങനെ തീരുമാനിച്ചത്. തിസ്രനടയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. തക്ക ധീമി തക്ക ധീമി തക്ക ധീമി തക്ക ധീമി. ഇത് ചതുരസ്ര ഗതി അല്ലെങ്കിൽ ചതുരസ്ര നട എന്ന് പറയുമ്പോൾ തക്കിട്ട 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 തക്കിട്ട, ഇതാണ് തിസ്രനട അല്ലെങ്കിൽ തിസ്രഗതിയായിട്ട് കണക്കാക്കുന്നത്. പരിചയമില്ലാത്ത ഒരു ആസ്വാദകന് പോലും പുതിയതാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു മേളം എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് തിസ്രപഞ്ചാരി എന്നൊരു മേളം നമ്മുടെ കലകളിലൊക്കെ, മുടിയേറ്റ്, തൂക്കം പോലെയുള്ള കലകളിൽ, അതുപോലെ തെക്കൻ കേരളത്തിലെ ജീവിത പോലെയുള്ള കലകളിലൊക്കെ സജീവമായിട്ടുള്ള ഒരു താളമാണ് കുണ്ടനാശി എന്നൊരു താളം. തിസ്രപഞ്ചാരി എന്നൊരു പേര് തന്നെ മതിയാവും വാദ്യകലാകാരന്മാർക്ക് ഇദ്ദേഹത്തെ മനസ്സിലാവാൻ. ശ്രീ കലാനിലയം അനിൽകുമാർ ആശാനുമായാണ് ഇന്നത്തെ നമ്മുടെ അഭിമുഖം. തിസ്രപഞ്ചാരി എന്ന മേളം വാദ്യലോകത്തിന് പരിചയപ്പെടുത്തിയ ഇദ്ദേഹം പഞ്ചവാദ്യത്തിലും ക്ഷേത്രാടിയന്തര പ്രവൃത്തികളിലും സജീവമാണ്. ഇപ്പോൾ വൈക്കം ക്ഷേത്രകലാപീഠം ചെണ്ടാധ്യാപകനായി ജോലി ചെയ്യുന്നു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പിനും ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആശാൻ നമസ്കാരം. തിസ്രപഞ്ചാരി എന്ന മേളം അതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അതാണ് ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തിയ മേളം? ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തിയ മേളം തിസ്രപഞ്ചാരി അല്ല. ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തിയ മേളം ദ്വാദശം മേളം എന്ന പേരിലുള്ളൊരു മേളമാണ്. അതായത് 12 അക്ഷരകാലത്തിനെ അടിസ്ഥാനമാക്കി കുണ്ടനാശി എന്നൊരു താളത്തിൽ, ആ താളത്തിനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു മേളമാണ് ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തിയത്. അതിലേക്ക് അങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം അപൂർവമായിട്ടുള്ള മേളങ്ങൾ അങ്ങനെ കൊട്ടുന്നതിനോട് പണ്ട് പോലെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ സ്ഥിരം സഹകരിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ചേർന്ന് പല മേളങ്ങളും അങ്ങനെ കൊട്ടി നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ താളങ്ങളെ പറ്റിയിട്ടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ കുണ്ടനാശി എന്നൊരു താളം പണ്ട് നമ്മുടെ കലകളിലൊക്കെ, മുടിയേറ്റ്, തൂക്കം പോലെയുള്ള കലകളിൽ, അതുപോലെ തെക്കൻ കേരളത്തിലെ ജീവിത പോലെയുള്ള കലകളിലൊക്കെ സജീവമായിട്ടുള്ളൊരു താളമാണ് കുണ്ടനാശി എന്നൊരു താളം. ആ താളം നമ്മുടെ മുടിയേറ്റ്, തൂക്കം പോലെയുള്ള കലകളിലൊക്കെ ഈ ഒരു അടുത്ത കാലത്ത് വരെ സജീവമായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരുന്ന താളമാണ്. ആ ഒരു താളത്തിൻ്റെ അടിസ്ഥാന കാലത്തിനെ ആണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അവതരിപ്പിച്ച് കാണാറില്ല. അപ്പോൾ ആ ഒരു താളത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ക്ഷേത്രമേളങ്ങളുടെ രീതിയിൽ 5 കാലങ്ങളായി ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. മേളം നമ്മുടെ മുടിയേറ്റിലൊക്കെ ഈ താളം ഒരു കാലം മാത്രമാണ് പ്രയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. അതിനെ 5 കാലമാക്കി ചിട്ടപ്പെടുത്തി 6, 12, 24, 48, 96 അങ്ങനെ അക്ഷരകാലത്തിൽ 5 കാലമായിട്ട് ചിട്ടപ്പെടുത്തി. അതായത് അടന്ത മേളത്തിൻ്റെ ഒരു ശാഖയിൽ വരുന്ന മേളമാണ് ദ്വാദശം മേളം. പഞ്ചാരി മേളത്തിൻ്റെ അതേ കണക്കിൽ തന്നെയാണ്, പക്ഷെ മേളത്തിൻ്റെ രീതി അവസാന കാലത്തിലേക്ക് എത്തുമ്പോൾ അടന്ത മേളത്തിൻ്റെ ഒരു രീതിയിലാണ് വരിക. അങ്ങനെയാണ് ആദ്യമായിട്ടൊരു മേളം അവതരിപ്പിച്ചത്. ഈ തിസ്രപഞ്ചാരി എന്നൊരു ചിന്ത വന്നത് എങ്ങനെയായിരുന്നു? തിസ്രപഞ്ചാരി എന്നൊരാശയം തോന്നാൻ കാരണം ദ്വാദശം മേളം എന്നുള്ളൊരു മേളം നമ്മൾ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചു. അപ്പോൾ അതിൽ അനവധി ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുണ്ടായി. അതിനോടനുബന്ധിച്ച് ആലോചിച്ചപ്പോൾ നമുക്കറിയാം, നമ്മുടെ മേള രംഗത്ത് 2 തരത്തിലുള്ള മേളങ്ങളാണ് നിലവിലുള്ളത്. അതായത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പഞ്ചാരി മേളവും പാണ്ടി മേളവും. ഈ 2 മേളങ്ങളാണ് അധികമായിട്ടും അവതരിപ്പിക്കുന്നതും ആളുകൾക്ക് അറിയാവുന്നതുമായിട്ടുള്ള മേളങ്ങൾ ഈ 2 മേളങ്ങളാണ്.
ഈ മേളങ്ങളുടെ ഒരു രണ്ട് തരത്തിലുള്ള മേളങ്ങൾ എന്ന് പറയാൻ കാരണം പഞ്ചാരി മേളം എന്നുള്ളൊരു മേളത്തിൻ്റെ ഒരു ഘടന, അക്ഷരകാലങ്ങളെ ഇരട്ടിപ്പിച്ച് കൊട്ടുന്ന ഒരു ഘടന, അതിൽ നിന്ന് വ്യത്യസ്തമാണ് പാണ്ഡ്യമേളത്തിൻ്റെ ഒരു ഘടന. ഇപ്പോൾ പൊതുവെ പഞ്ചാരി മേളം, പഞ്ചാരി ജന്യമായിട്ടുള്ള മേളങ്ങൾ, കടന്ത അഞ്ചടന്ത പോലുള്ള മേളങ്ങൾ, ആ മേളങ്ങളെല്ലാം പഞ്ചാരി ജന്യ മേളങ്ങൾ ഉള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ പാണ്ഡ്യമേളം പഞ്ചാരി മേളത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയിലുള്ള മേളമാണ് പാണ്ഡ്യമേളം. ആ പാണ്ഡ്യമേളത്തിൻ്റെ ജന്യം എന്ന് പറയാവുന്ന രീതിയിലും മറ്റു പല മേളങ്ങളും ഇന്നിപ്പോൾ പലരും ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മേളങ്ങളും സൂക്ഷ്മമായിട്ടല്ലെങ്കിൽ പോലും ഒരു അധികം ഇതിനെ മേളത്തെപ്പറ്റി പ്രാവീണ്യമില്ലാത്ത ഒരാൾക്കും ഈ രണ്ട് മേളങ്ങളും കേട്ട് കഴിഞ്ഞാൽ തന്നെ രണ്ട് മേളങ്ങളാണ് എന്ന് മനസ്സിലാകാവുന്ന രീതിയിലുള്ള മേളങ്ങളാണ്. അതാണ് ഈ രണ്ട് മേളങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ കാരണം. അപ്പോൾ ഇപ്പോൾ അടന്തമേളം അല്ലെങ്കിൽ പുതുതായിട്ട് ചിട്ടപ്പെടുത്തിയ ദ്വാദശ മേളം എന്നുള്ളത് പഞ്ചാരി ജന്യമായിട്ടുള്ള രീതിയിൽ തന്നെ കണക്കാക്കാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ആ മേളങ്ങളുടെയൊക്കെ അവസാനത്തെ കാലത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഒരു വ്യത്യാസം അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. ബാക്കി കാലങ്ങളിലെല്ലാം ഒരാസ്വാദനത്തിലൊരു വ്യത്യസ്തത അറിയാൻ സാധിക്കില്ല. ആ തരത്തിൽ ചിന്തിച്ചപ്പോഴാണ് ഇതിൽ നിന്ന് ആസ്വാദനത്തിലും പുതിയൊരു രീതി, അതായത് കൂടുതലായിട്ട് മേളത്തെപ്പറ്റി പരിചയമില്ലാത്ത ഒരു ആസ്വാദകന് പോലും പുതിയതാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു മേളം എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് തിസ്രപഞ്ചാരി എന്നൊരു മേളം ചിട്ടപ്പെടുത്താൻ നോക്കിയത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് തരത്തിലുള്ള മേളങ്ങളല്ലാതെ തികച്ചും കേൾവിയിൽ തന്നെ നമുക്കൊരു പുതിയൊരു അനുഭവം തരുന്ന രീതിയിലാണ് തിസ്രപഞ്ചാരി മേളം ചിട്ടപ്പെടുത്തിയത്. അതാണ് അങ്ങനെ തോന്നാനുള്ളൊരു കാരണവും ചെയ്യാനുള്ളൊരു രീതി. എത്ര സമയം എടുത്തു പഞ്ചാരി പതികാലം മുതൽ അഞ്ചാം കാലം വരെ ചിട്ടപ്പെടുത്താനായിട്ട്? അത് അവസാന കാലത്ത് നിന്നാണ് തുടങ്ങിയത്? എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം? ഏകദേശം ഇത് ഒരു ആശയം തോന്നി അത് അരങ്ങത്തെത്തിക്കാൻ ഒരു 6-7 മാസത്തെ സമയം എടുത്തിട്ടുണ്ടാവണം. കാരണം ഇങ്ങനെ ഒരു ആശയം തോന്നി, അതാദ്യം അതിൻ്റെ സ്വാഭാവികമായിട്ട് കൊട്ടി നോക്കിയത് മേളത്തിൻ്റെ 3-ാമത്തെ കാലം തന്നെയാണ്. ആ 3-ാമത്തെ കാലം, ആ കാലത്തിലെ നിലയും അതിലെ കലാശങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തി അത് ഏകദേശം പ്രായോഗികമാണ് എന്ന് തോന്നിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാലങ്ങൾ ഓരോന്നും ചിട്ടപ്പെടുത്തിയതും. അത് ചിട്ടപ്പെടുത്തി അതിൻ്റെ എല്ലാം ഒരു നോട്ട് തയ്യാറാക്കി അതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് ഇതിനെപ്പറ്റി സംസാരിച്ചതും അതിനെ അരങ്ങത്തെത്തിച്ചതും. ഒരു സാധാരണ മേള ആസ്വാദകന് മനസ്സിലാകത്തക്ക വിധത്തിൽ തിസ്രപഞ്ചാരി ഒന്ന് പരിചയപ്പെടുത്താമോ? അതായത് ഇപ്പം മുൻപേ പറഞ്ഞതുപോലെ പഞ്ചാരി പാണ്ഡ്യ മേളങ്ങൾ, ഈ മേളങ്ങളിലെല്ലാം ചതുരസ്ര നട അല്ലെങ്കിൽ ചതുരസ്ര ഗതിയാണ് അവലംബിച്ചിട്ടുള്ളത്. ഈ നട അല്ലെങ്കിൽ ഗതി എന്നുള്ളത് ഒരു താളത്തിൽ ചെയ്യുന്ന പ്രവൃത്തി ആണ് ഈ നട അല്ലെങ്കിൽ ഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചതുരസ്ര നട എന്ന് പറയുമ്പോൾ 4 അക്ഷരം ത ക ധി മി എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ അതിനെ ഇരട്ടിപ്പിച്ച് ചെയ്യുന്ന രീതിയിലാണ് ചതുരസ്ര ഗതി അല്ലെങ്കിൽ ചതുരസ്ര നടയിൽ അവതരിപ്പിക്കുന്നത്. ആ ഒരു തരത്തിലാണ് നിലവിലുള്ള മേളങ്ങൾ, പഞ്ചാരി പാണ്ഡ്യ മേളങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. അതായത് ഒരക്ഷരകാലത്തിൽ 4 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 12 എന്നുള്ള കണക്കിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിസ്രഗതി അല്ലെങ്കിൽ തിസ്ര നട, അതിലാണ് തിസ്രപഞ്ചാരി ചെയ്യുന്നത്. അപ്പോൾ അതിൽ തിസ്രം എന്നുള്ളത് 3 എന്നുള്ള കണക്കിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ 3, 6, 9 എന്നുള്ളൊരു രീതിയിലാണ് അത് അവതരിപ്പിക്കുക. ഇതാണ് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളിപ്പോൾ താളം പിടിച്ചിട്ട് പറഞ്ഞാൽ ഈ രണ്ട് നടയും പറഞ്ഞാൽ ത ക ധി മി ത ക ധി മി ത ക ധി മി ത ക ധി മി. ഇത് ചതുരസ്ര ഗതി അല്ലെങ്കിൽ ചതുരസ്ര നട എന്ന് പറയുമ്പോൾ
തക്കിട്ട 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 തക്കിട്ട. ഇതാണ് തിസ്ര നട അല്ലെങ്കിൽ തിസ്രഗതിയായിട്ട് കണക്കാക്കുന്നത്. ഈ രണ്ട് വ്യത്യാസങ്ങളാണ്. താളം അടിസ്ഥാനമാണ്, അതിന് വ്യത്യാസം വരുന്നില്ല. അതിൽ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. അതാണ് കേൾവിയിൽ പോലും ഒരു വ്യത്യസ്തത നമുക്ക് തോന്നുന്നത്. തിസ്ര നടയിലൊരു മേളം ചിട്ടപ്പെടുത്തിയെന്ന് പറഞ്ഞു. അങ്ങാണോ ആദ്യമായിട്ട് ഈ തിസ്ര നടയിൽ ഒരു മേളം ചിട്ടപ്പെടുത്തിയതും ഇങ്ങനെ അവതരിപ്പിച്ചതും? തിസ്ര നടയിൽ മേളം, ഒരു മേളത്തിന് പൂർണ്ണമായിട്ട്, അതായത് തുടക്കം മുതൽ അവസാനം വരെ തിസ്ര നടയിൽ തന്നെ അവതരിപ്പിച്ചത് ഒരു പക്ഷേ നമ്മളായിരിക്കണം. പക്ഷെ തിസ്ര നട എന്നുള്ളത് നമ്മുടെ മേളങ്ങളിലധികം ഇല്ലെങ്കിലും പഞ്ചവാദ്യം, തായമ്പക പോലെയുള്ള കലകളിലൊക്കെ നടകൾ മാറ്റി ചെയ്യുന്ന പതിവുള്ളതാണ്. അതുപോലെ തിസ്ര നടയിൽ തന്നെ ശുകുവരം ദിലീപ് അദ്ദേഹം ഇതിനു മുമ്പ് ചെറിയൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്ത രീതിയിലല്ല, വേറൊരു രീതിയിലാണ് അദ്ദേഹം ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും തിസ്ര നടയിൽ തന്നെ തുടക്കം മുതൽ അവസാനം വരെ പഞ്ചാരി മേളത്തിന് 5 കാലത്തിലും ഈ നടയ്ക്ക് യാതൊരു വ്യത്യാസവും വരാത്ത രീതിയിൽ ചെയ്തത് നമ്മൾ തന്നെയാണെന്നാണ് കരുതുന്നത്. പഞ്ചവാദ്യത്തിലെ നടമാറ്റി കൊട്ടുന്ന ഭാഗങ്ങളുണ്ട്. അതുപോലെ തായമ്പകയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നടമാറ്റി ചെയ്യുന്നത് മുൻപും നിലവിലുള്ള കാര്യം തന്നെയാണ്. 1-ാം കാലം മുതൽ 5-ാം കാലം വരെ മൊത്തത്തിൽ മാറ്റി. അപ്പോൾ എന്തുകൊണ്ട് തീരിലൊരു മാറ്റം അത് വന്നില്ല? തീരുകലാശത്തിൽ ഒരു മാറ്റം പല കാരണങ്ങൾ കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. തീരുകലാശത്തിൽ, നിലവിലുള്ള തീരുകലാശത്തിൽ അതേ ഘടനയിൽ തന്നെ തിസ്ര നടയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു ആധികാരികതയും കൂടി കണക്കിലെടുത്ത് ചെയ്യണം എന്നുള്ളൊരു തോന്നലിലാണ് തിസ്ര നടയിൽ തന്നെ തീരുകലാശവും കൂടി ചിട്ടപ്പെടുത്താതിരുന്നത്. തീരുകലാശത്തിന് പിന്നെ നമ്മുടെ കലകൾക്കെല്ലാം പൊതുവെ പറയുന്നൊരു രീതിയുണ്ട്. അതായത് ചതുരസ്രം അല്ലെങ്കിൽ ചെമ്പട എന്നൊരു കണക്കിൽ തന്നെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു രീതി, ഏകതാളത്തിൽ അല്ലെങ്കിൽ ചതുരസ്രത്തിൽ അല്ലെങ്കിൽ ചെമ്പടയിൽ കൊട്ടിക്കലാശിക്കണം എന്നുള്ളൊരു രീതി പൊതുവേ നമ്മുടെ ക്ഷേത്ര മേളങ്ങളിലെല്ലാം തന്നെ, മേളങ്ങളിലായാലും പഞ്ചവാദ്യത്തിലായാലും എല്ലാം ആ ഒരു രീതി കൂടി പിന്തുടരുന്നത് കൊണ്ടാണ് തീരുകലാശത്തിലൊരു മാറ്റം വരുത്താതിരുന്നത്. അങ്ങനെ ശ്രമം നടത്തിയിരുന്നു? അങ്ങനെ തിസ്ര നടകൾ ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തിയിട്ടില്ല. അതിൻ്റെ താളത്തിനെ മാറ്റി ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം മനസ്സിലുണ്ട്. മേളം ചിട്ടപ്പെടുത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെട്ട ഭാഗം, അല്ലെങ്കിൽ ഏത് കാലത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ചിട്ടപ്പെടുത്താനായിട്ട്? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ഒരു കാലത്തിലും തോന്നിയിട്ടില്ല. നമുക്കിതിൻ്റെ ഒരു ഘടന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കി ഓരോ ഭാഗങ്ങളും ചിട്ടപ്പെടുത്തുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൂടുതൽ സമയമെടുത്തൊരു ഭാഗം അങ്ങനെയൊന്നുമില്ല? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭാഗം തോന്നിയിട്ടില്ല. കാരണം മേളങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഉള്ളതെന്ന് എനിക്ക് തോന്നിയത് ഈ ആവർത്തനങ്ങളാണ് മേളങ്ങളിൽ അധികം വരുന്നത്. ഒരു നില, തക്കിട്ട ഘട്ടത്തിലൊരു നില എന്നുള്ളത് അതൊന്ന് ചിട്ടപ്പെടുത്തിയാൽ എല്ലാ കാലത്തിലും തന്നെ അത് വരുന്നുണ്ട്. അതുപോലെ കലാശങ്ങളും എല്ലാം ഈ ആവർത്തനം ആയതുകൊണ്ട് ആ തരത്തിലൊരു ബുദ്ധിമുട്ട് ഇല്ല. നമുക്ക് നില കലാശം, പതിഞ്ഞ കലാശം, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ ആണല്ലോ ഉള്ളൂ. അത് പിന്നെ താളത്തിലേക്ക് ആക്കുക എന്നുള്ളൊരു കാര്യമല്ല വരുന്നത്. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാലത്തിൽ അങ്ങനെ ഏതെങ്കിലും ഭാഗത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് തോന്നിയിട്ടില്ല. അവതരണത്തിൽ വ്യത്യാസമുള്ളൊരു മേളം വന്നിരിക്കുക, അത് ചിട്ടപ്പെടുന്നതിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നിരിക്കാം, അത് അവതരിപ്പിക്കാൻ കലാകാരന്മാരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനൊരു പ്രശ്നം നേരിട്ടിരുന്നോ? അവതരിപ്പിക്കുന്നതിൽ ബാക്കിയുള്ളവരെ അതിനു വേണ്ടി സജ്ജരാക്കുക എന്നുള്ളത് അത് സ്വാഭാവികമായിട്ട് ഏതൊരു കാര്യവും പുതുതായിട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിലുണ്ടായിരുന്നു. നമ്മുടെ കൂടെ അത്രയും നന്നായി സഹകരിക്കാൻ എല്ലാവരും തയ്യാറായതുകൊണ്ട് അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു ഏകദേശം 30ഓളം ആളുകൾ അന്നത്തെ മേളത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഇതിലെല്ലാവരും ഒരു 1-2 മാസക്കാലം
ഒന്നായിട്ട് ഇതിനു വേണ്ടി സഹകരിച്ചു. എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനും എല്ലാം തയ്യാറായതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടായില്ല. ഏതൊരാശയവും ഇപ്പോൾ ഒരാശയം തോന്നാനും അത് ഒരു ചിട്ടപ്പെടുത്താനും മാത്രമേ ഒരാളെ കൊണ്ട് കഴിയുള്ളൂ. അത് അരങ്ങത്തെത്തിക്കണമെങ്കിൽ അതിന് അനവധി ആളുകളുടെ സഹായം കൂടി ഉണ്ടെങ്കിലാണല്ലോ സാധിക്കുള്ളൂ. അതിനായിട്ട് നമ്മുടെ കൂടെ സഹകരിച്ച് എല്ലാവരും അത്രത്തോളം സഹകരിച്ചു. ഇപ്പോൾ വലന്തലേക്ക് തിരുവാങ്കുളം രഞ്ജിച്ചേട്ടനായിരുന്നു. അതുപോലെ ഇലത്താളത്തിന് ഹരിമറ്റം കണ്ണൻ, കുഴൽ നായത്തോട് ധനേശേട്ടൻ, കൊമ്പ് കോടക്കാല് മുരളിച്ചേട്ടൻ എന്നിവരായിരുന്നു പ്രധാനമായിട്ടിരുന്നത്. ഇവരെല്ലാവരും നല്ലതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയൊരു രീതി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾക്കത് മനസ്സിലാക്കിയെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയും സമയമെടുത്ത് അതിനുവേണ്ടി ഓരോ കാലങ്ങളായി ഇരുന്ന് നോക്കി കുഴലിൽ രാഗം വ്യത്യാസപ്പെടുത്തിയാണ് ചെയ്തത്. രീതികള എന്നുള്ളൊരു രാഗമാണ് ചെയ്തത്. അതൊക്കെ ധനേശേട്ടൻ വളരെയധികം അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടാണ് ആ ഒരു രാഗം ചിട്ടപ്പെടുത്തിയത്. അതുപോലെ മുരളിച്ചേട്ടനും കൊമ്പിന് അത്രയും എല്ലാവരും നല്ലപോലെ പരിശ്രമിച്ചിട്ടാണ് നമുക്ക് അരങ്ങത്തെത്തിക്കാൻ കഴിഞ്ഞത്. കൊമ്പ്, കുഴൽ ഇവയുടെ പ്രയോഗം വളരെ വ്യത്യസ്തമാണ്. അതെങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത്? അങ്ങനെ ഒരു വ്യത്യസ്തമായ രാഗം, അങ്ങനെ ഒരു രീതിയിലേക്ക്? അതായത് നമ്മൾ ഉദ്ദേശിച്ചത് എല്ലാ ഉപകരണങ്ങളിലും വ്യത്യാസം വരുത്തി ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് തുടക്കം മുതലേ ഇതിനെ സമീപിച്ചത്. അത് പ്രകാരം ഇങ്ങനെ തിരുനായത്തോട് ധനേശേട്ടനാണ് കുഴൽ കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തോട് ഈ ഒരു ആശയത്തെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു രീതികള എന്നുള്ളൊരു രാഗം. ഇവിടെ പഞ്ചാരിയിൽ നിലവിൽ ശങ്കരാഭരണം രാഗം പ്രയോഗിക്കുന്നതിന് പകരമായിട്ട് തിസ്ര പഞ്ചാരി രീതികള എന്നൊരു രാഗത്തിനെ ബേസ് ചെയ്ത് അവതരിപ്പിക്കാം എന്നാണ് അങ്ങനെ തീരുമാനിച്ചത്. അതിനുശേഷം ധനേശേട്ടൻ തന്നെയാണ് അതിൻ്റെ നോട്ടുകളെല്ലാം തയ്യാറാക്കിയതും അതിൻ്റെ ചിട്ടപ്പെടുത്തിയതും. അതുപോലെ കൊമ്പിലും ഈ നട മാറി തന്നെയാണ് പ്രയോഗിക്കുന്നത്. മുരളിച്ചേട്ടൻ ഒടക്കാലി മുരളിച്ചേട്ടൻ ആണ് കൊമ്പ് ചിട്ടപ്പെടുത്തിയത്. അതും തിസ്ര നടയിൽ മാറി നിലവിലുള്ളതിൽ നിന്നും മാറ്റിയുള്ള രീതിയിലാണ് കൊമ്പും ചിട്ടപ്പെടുത്തിയത്. തിസ്ര പഞ്ചാരിക്ക് കിട്ടിയൊരു സ്വീകാര്യത എത്രത്തോളമായിരുന്നു? അത് പഠിക്കാനായിട്ട് പുതിയ ആളുകൾ ഇപ്പോഴും വരുന്നുണ്ടോ? തിസ്ര പഞ്ചാരിക്ക് നമ്മൾ ആദ്യമേ ഈ ഒരു ആശയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, എന്താണ് ഈ തിസ്ര നടയിൽ മേളം കൊട്ടുക എന്നുള്ളത് പലർക്കും അതെന്താണെന്ന് മനസ്സിലായിരുന്നില്ല എന്നുള്ളതാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദീകരിച്ച് കൊടുത്തപ്പോഴാണ് അതെന്താണ് ഒരാശയം എന്നുള്ളത് പലരും മനസ്സിലാക്കിയത്. അതിനുശേഷം ഈ ഒരു മേളം അവതരിപ്പിച്ചു. നമ്മൾ ആദ്യമായി പാറമേക്കാവ് ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ് ഈ മേളം അവതരിപ്പിക്കുന്നത്. അന്ന് ക്ഷണിക്കപ്പെട്ട അനവധി ആളുകളുണ്ടായിരുന്നു. അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഈ ഒരു മേളം അവതരിപ്പിക്കാൻ സാധിച്ചു തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഒരു വേദിയിൽ വെച്ച് തന്നെ അതിന് നല്ലൊരു പ്രതികരണം കിട്ടി എന്നുള്ളതും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിനുശേഷം അനവധി വേദികളിൽ ഈ മേളം അവതരിപ്പിക്കാനും സാധിച്ചു. അതുപോലെ പലരും ഈ മേളം പഠിക്കാനായിട്ട് താല്പര്യം കാണിക്കുകയും യൂട്യൂബിലെ വീഡിയോകളൊക്കെ കണ്ടും അല്ലാതെ നമ്മളോട് ചോദിച്ചും ഒക്കെ ഈ മേളം അനവധി ആളുകൾ പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു പ്രതികരണമാണ് പൊതുവെ മേളത്തിന് ലഭിച്ചിട്ടുള്ളതെന്ന് തന്നെയാണ് വലിയൊരു സന്തോഷം. പുതിയ എന്ത് കാര്യം ചെയ്യുമ്പോഴും ധാരാളം വിമർശനങ്ങൾ നേരിടാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വിമർശനങ്ങൾ നേരിട്ടിരുന്നോ? തീർച്ചയായിട്ടും വിമർശനങ്ങൾ, ഏത് കാര്യത്തിനും വിമർശനമുള്ളത് നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു പുതിയൊരു മേളം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനൊരു പരിഹാസ ചുവയോടുകൂടി സമീപിച്ചവരുണ്ട്. ഒരു ഉദ്ഘാടന മേളം കൂടിയായി. അതായത് കേവലം 1-2 വേദികളിൽ അവതരിപ്പിച്ച് അത് അരങ്ങ് വിടുന്ന ഒരു മേളം, അങ്ങനെ ഒരു മേളം കൂടിയായി എന്ന് പറഞ്ഞവരുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ്? നിലവിലുള്ള മേളങ്ങൾ പോരെ, അത് പോരാഞ്ഞിട്ടാണോ പുതിയൊന്ന് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള
പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ഈ വിമർശനങ്ങളെല്ലാം നല്ലൊരു രീതിയിലൂടെയാണ് ഞാൻ കാണുന്നത്. കാരണം ഈ ഒരു കല ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ടോ ഈ ഒരു അവസ്ഥയിൽ എത്തിയതല്ല. വർഷങ്ങൾ കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഒരു രീതിയിലേക്ക് എത്തിയതാണ്. നമ്മൾ ഇന്ന് കാണുന്നതെല്ലാം ഇതിന് മുമ്പ് ഉള്ളൊരു കാലത്ത് ആരൊക്കെയോ കൂടി ചിട്ടപ്പെടുത്തി വെച്ചതാണ്. അത് കാലം കഴിയും തോറും അതിൽ വന്ന മാറ്റങ്ങൾ വഴിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരവസ്ഥയിലെത്തിയത്. അതല്ലാതെ ഈ കല ഉണ്ടായ കാലം മുതലേ ഇന്ന് നമ്മൾ കാണുന്ന ഒരവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയൊരാശയം അവരതിനെ അരങ്ങത്തെത്തിച്ചു. അതിന് കാലങ്ങളായി വന്ന മാറ്റങ്ങൾ, ആളുകളുടെ സ്വീകാര്യത എല്ലാം കൊണ്ട് ഇന്ന രീതിയിലേക്ക് എത്തി. അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ പൊതുവെ കലാകാരന്മാരുടെ ഒരു കാഴ്ചപ്പാട് കുറച്ചൊരു പരിധി വരെ മാറേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പുതിയതിനെ അംഗീകരിക്കാനും, പുതിയത് നമുക്കറിയാം, പഞ്ചാരി മേളം അല്ലെങ്കിൽ പഞ്ചവാദ്യം ഇത്രയും പ്രശസ്തമാണ്, ഇത്രയും ജനകീയമാണ്. ഈ കലകളെല്ലാം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചിട്ടപ്പെടുത്തിയതാണ്. അതന്ന് ആ തലമുറയിലുള്ളവർ അതിനെ ഉൾക്കൊള്ളാനും അതിനെ സ്വീകരിക്കാനും തയ്യാറായത് കൊണ്ടാണ് നമുക്ക് ഇന്നത് കിട്ടിയത്. അത് അന്നും മറ്റൊരു കലയുണ്ടായിരുന്നു. ആ കലയിൽ നിന്നാണ് വേറൊരു കല ഉണ്ടായത്. അപ്പോൾ അതിനെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്കിത് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇത് ഉള്ളത്, ഇപ്പം നിലവിലുള്ളത് മാത്രം മതി, പുതിയതൊന്നും വേണ്ട, അല്ലെങ്കിൽ നാളേക്ക് പുതിയതൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ശ്രമിക്കുന്നത്. മേളഭാഷ്യം എന്നൊരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്യുകയുണ്ടായി, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? മേളഭാഷ്യം എന്നൊരു ബുക്ക് തയ്യാറാക്കാൻ ഉള്ള സാഹചര്യം, അതായത് ഈ അപൂർവ മേളങ്ങൾ, ഇത് മേളം പഠിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഈ മറ്റു മേളങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് പലപ്പോഴും അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ആധികാരികമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു തരാൻ ഉള്ള ആളുകളുടെ അഭാവം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുള്ള രേഖകളോ ഒന്നും ഇല്ല എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് അന്നേ തോന്നിയിരുന്നു. അപ്പോൾ അത് പിന്നീട് നമ്മളതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞ അറിവുകളെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടാൻ പാകത്തിന് അതൊരു നോട്ടായിട്ട് തയ്യാറാക്കാം എന്ന് കരുതിയാണ് മേളഭാഷ്യം എന്നുള്ളൊരു ബുക്കായിട്ട് അതിന് തയ്യാറാക്കിയത്. അതിൽ ഏകദേശം ഒരു 20ഓളം മേളങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രയോഗത്തിലുള്ളതും പ്രയോഗത്തിലില്ലാത്തതും. ഈ 20ഓളം മേളങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ചെമ്പട, ചെമ്പ, അടന്ത, പഞ്ചാരി, ധ്രുവം, ലയം, സമം, ഏകാദശം, നവം, ദ്വാദശം, ജീവ, വലിയടന്ത, രൂപം, ചെമ്പട, അങ്ങനെയുള്ള മേളങ്ങളാണ്. ഇപ്പോൾ ക്ഷേത്ര കലാപീഠം അധ്യാപകനായിട്ട് പ്രവർത്തിക്കുന്നു, എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ലാതെ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ക്ഷേത്ര കലാപീഠത്തിൽ ഞാൻ പഠിച്ചത് ക്ഷേത്ര കലാപീഠത്തിൽ 3 വർഷം കോഴ്സ് പൂർത്തിയാക്കിയതാണ്. ഞാൻ ഈ കലാരംഗത്തേക്ക് വന്നത് ആദ്യം തൃക്കാമറം കൃഷ്ണൻകുട്ടിമാരാർ എന്ന ഒരു മഹാനായ കലാകാരൻ്റെ കീഴിലാണ് ആദ്യം ഈ കല അഭ്യസിച്ച് തുടങ്ങിയത്. അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വൈക്കത്തെ ക്ഷേത്ര കലാപീഠത്തിൽ 3 വർഷം പഞ്ചവാദ്യം എന്നുള്ള ഒരു കോഴ്സ് പൂർത്തിയാക്കിയിരുന്നു. അപ്പോൾ ക്ഷേത്ര കലാപീഠത്തിൽ പഠിച്ച് അവിടെ നിന്ന് പാസ്സായത് കൊണ്ടാണ് നമുക്ക് അവിടെ പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ക്ഷേത്ര കലാപീഠത്തിൽ പഠിച്ച് പാസ്സായവർക്ക് മാത്രമാണ് അവിടെ അധ്യാപകരായിട്ട് ജോലി ലഭിക്കുകയുള്ളൂ. അപ്പം അത് നമ്മൾ പഠിച്ചൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാനായിട്ട് അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് കാണുന്നത്. ക്ഷേത്ര കലാപീഠത്തെ സംബന്ധിച്ച് ഒരു ക്ഷേത്രത്തിലേക്ക് വേണ്ട എല്ലാ വാദ്യങ്ങളും അല്ലെങ്കിൽ ഒരു ക്ഷേത്ര അടിയന്തര ചടങ്ങുകളെല്ലാം തന്നെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ 3 വർഷം പഠിക്കാനും അവിടെ തന്നെ ജോലിക്ക് ചെയ്യാനും കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയമാണ് മേളത്തിനായിട്ടും അതുപോലെ പുതിയ പരീക്ഷണങ്ങൾക്കായിട്ടും മാറ്റിവെച്ചത്. അവരുടെ ഒരു സഹകരണം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ സഹകരണം പൂർണ്ണമായിട്ടുണ്ട്. പലപ്പോഴും കുടുംബത്തിനോട് ഒപ്പം ചെലവഴിക്കേണ്ട സമയം
കുടുംബത്തിനോടൊപ്പം ചിലവഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൂടാതെ കിട്ടുന്ന സമയങ്ങൾ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ കുറച്ച് സമയം ഇതിനു വേണ്ടി കൂടി മാറ്റി വെച്ച് അത് നമുക്കൊരു പാഷനായിട്ട് തോന്നുന്നത് കൊണ്ട് കൂടിയാണ് അതങ്ങനെ ചെയ്യുന്നത്. അതിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നും കൂടി വേണം പറയാൻ. അതുകൊണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. കുടുംബം, ഭാര്യ, 2 മക്കളാണ്, അച്ഛനും അമ്മയും ഉണ്ട് കൂടെ. അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവരെ ഒന്ന് പരിചയപ്പെടുത്താമോ? അച്ഛൻ സതീഷ് കുമാർ, അമ്മ ശശികല. അച്ഛൻ ഒരു പ്രൈവറ്റ് ഫാമിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഭാര്യ ചാന്ദിനി എന്നാണ് പേര്. 2 ആൺമക്കൾ. മൂത്ത കുട്ടിയുടെ പേര് ശങ്കരനാരായണൻ, ഇളയകുട്ടി അനന്തനാരായണൻ. ഭാര്യ ഹൗസ് വൈഫാണ്. ഇനി എന്തൊക്കെയാണ് പുതിയ പരീക്ഷണങ്ങൾ, പുതിയ മേളകൾ പ്രതീക്ഷിക്കാമോ? പുതിയ പരീക്ഷണങ്ങൾ അങ്ങനെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്നും പരീക്ഷിക്കാറില്ല. എന്തെങ്കിലും പുതിയതങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ചെയ്യാറില്ല. ഇതുപോലെ ഇപ്പോൾ തിസ്രപഞ്ചാരി എന്നുള്ളൊരാശയം അതൊരാവശ്യം കൂടി തോന്നുന്ന കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. വെറുതെ പുതിയത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. എങ്കിലും പുതിയൊരു പരീക്ഷണത്തിലാണ് നിലവിൽ. പൂർണ്ണമായിട്ടുള്ള ഘടന ആയിട്ടില്ല. അതാവുന്ന വഴി അറിയിക്കാം. കലാരംഗത്തേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? കലാരംഗത്തേക്ക് തികച്ചും യാദൃശ്ചികമായിട്ട് കടന്നു വന്നതാണ്. കുടുംബ പശ്ചാത്തലം അങ്ങനെ പാരമ്പര്യ കുടുംബമൊന്നുമല്ല. ഈ ഒരു കലയോടൊരു താല്പര്യം തോന്നി. അത് പഠിക്കാനായിട്ട് തർക്കാമ്പ്രം കൃഷ്ണൻകുട്ടി ആശാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ആഗ്രഹം അറിയിച്ചു. അദ്ദേഹമാണ് ചെണ്ട, തിമില, ഇടയ്ക്ക ഈ 3 വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് അഭ്യസിച്ച് തുടങ്ങിയത്. അതിനുശേഷം സ്കൂളിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെയാണ് കലാപീഠത്തിലേക്ക് അവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നതും. കലാപീഠത്തിൽ ഈ പറഞ്ഞ പോലെ എല്ലാ വിഷയങ്ങളും ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, തിമില, കൊമ്പ്, കളയെഴുത്തുപാട്ട്, ക്ഷേത്ര അടിയന്തരം, അങ്ങനെ എല്ലാ വിഷയങ്ങളും പഠിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വിഷയങ്ങളും അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയത്തിൽ കലാമണ്ഡലം ശിവദാസ് ആശാൻ്റെ കീഴിൽ കഥകളി ചെണ്ട പഠിച്ചത്. അവിടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ കഥകളി ചെണ്ട, തായമ്പ എന്നീ കാര്യങ്ങൾ അഭ്യസിച്ചു. അതിനുശേഷം ചെണ്ടയാണ് കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തിമില, ഇടയ്ക്ക, ക്ഷേത്ര അടിയന്തര ചടങ്ങുകൾ അങ്ങനെയെല്ലാം കൈകാര്യം ചെയ്തു വരുന്നു. തായമ്പക അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തില്ലേ? തായമ്പക കൂടുതലായിട്ട് ഫോക്കസ് നമ്മുടെ ഈ ഭാഗത്തേക്ക് തായമ്പക അധികം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് അവസരങ്ങളുടെ ഒരു പരിമിതി കൊണ്ടുകൂടിയാണ് തായമ്പകയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാതിരുന്നത്. വളരെ ചുരുക്കം വേദികളിലാണ് തായമ്പക ചെയ്യാറുള്ളത്. 20 വർഷത്തെ കലാജീവിതത്തിൽ അങ്ങനെ ശിക്ഷസമ്പത്തിനെ പറ്റി ഒന്ന് പറയാമോ? 20 വർഷ കലാജീവിതത്തിൽ അനവധി ആളുകളെ കല പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കല, നമുക്കറിയുന്ന കല മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആണ് നമ്മുടെ അറിവ് കൂടി വർദ്ധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാദേശികമായിട്ടും അല്ലാതെയും കുറച്ച് ആളുകളെ അഭ്യസിക്കാൻ സാധിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ അഭിമുഖത്തിന് സമയം തന്നതിലും എൻ്റെ ചോദ്യങ്ങൾക്ക് നന്നായി പ്രതികരിച്ചതിലും വളരെയധികം നന്ദി അറിയിക്കുന്നു. തിസ്രപഞ്ചാരി എന്ന മേളം പഠിക്കാൻ താല്പര്യമുള്ളവർക്കായി ഒരു വിശദമായ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കലാകാരന്മാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു വിശദമായ വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക്